ബിജെപിയുടെ പ്രകടന പത്രിക വീണ ഇന്നലെ പുറത്തിറക്കിയിരുന്നല്ലോ. അതായത് വികസന കേരളം എന്ന ബിജെപി മുന്നോട്ട് വെക്കുന്ന സങ്കല്പം, വികസിത ഭാരതത്തിന്റെ ഭാഗമാണ് വികസന കേരളം എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി പറയുന്നുണ്ട്. അപ്പോൾ ഈ വികസിത കേരളം എന്നത് കേവലം ഒരു സങ്കല്പമല്ല, അത് എങ്ങനെയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നതിൻ്റെ ഒരു മാർഗരേഖയായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ബിജെപി പ്രകടന പത്രിക, NDA പ്രകടന പത്രിക. കാരണം അതിൽ എങ്ങനെ ഈ നാടിനെ വികസനത്തിലേക്ക് കൊണ്ടുവരാം, ഒപ്പം സാമൂഹികമായ വിഷയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ദേവസ്വം ബോർഡുകൾക്കെതിരെ ഭക്തർക്കിടയിലുള്ള വലിയ പ്രതിഷേധമുണ്ട്. അവിശ്വാസികളും ക്ഷേത്ര ദംശനത്തിന് ആഹ്വാനം ചെയ്യുന്നവനുമൊക്കെ കയറിയിരുന്ന് ദേവസ്വം ബോർഡിനെ ഭരിക്കുകയാണ്. അപ്പോൾ ആ ദേവസ്വം ബോർഡിനെ പുനഃസംഘടിപ്പിക്കും, അതോടൊപ്പം തന്നെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ തിരൂരിൽ സ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങൾ, സാമൂഹികമായ വിഷയങ്ങളും ഒപ്പം വികസന കാര്യങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്ന ഒരു പ്രകടന പത്രികയാണല്ലോ കഴിഞ്ഞ ദിവസം NDAയും BJPയും പുറത്തിറക്കിയത്. അത് എത്രത്തോളം വലിയ ഇമ്പാക്റ്റാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രൂപപ്പെടുത്തുന്നത് വീണ? ഗൗതം, വലിയ തരത്തിലുള്ളൊരു പരിവർത്തനം തന്നെ കേരളത്തിൽ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടി കേരളക്കര കാത്തിരുന്നതാണ് NDAയുടെ പ്രകടന പത്രിക. അത് വാഗ്ദാനങ്ങൾ മാത്രമല്ല, അത് നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് കൂടിയാണ് നൽകുന്നത്. കാരണം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ പാലിക്കപ്പെട്ടിട്ടുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മാർഗരേഖയായി അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ക്ഷേമത്തിനും കേരളത്തിന്റെ വികസനത്തിനും പ്രാധാന്യം നൽകുന്ന വികസിത കേരളം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള മാർഗരേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ ഈ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ പലതവണ ഇടതു വലതു മുന്നണികൾ വാഗ്ദാനം നൽകിയെങ്കിലും അത് ആ പെൻഷൻ 3000 രൂപയാക്കി കൊടുക്കുമെന്നുള്ള ഉറപ്പ് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഭക്ഷ്യ വിഭവങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലൊക്കെ അത് വില നിയന്ത്രിക്കുന്നതിനുമായിട്ടുള്ള യാതൊരുവിധ നടപടികൾ, അതായത് സംസ്ഥാന സർക്കാർ നികുതി വെട്ടിക്കുറച്ചാൽ നമുക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കേരള ജനങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നടപടികൾക്ക് വനിതകൾക്ക് 2500 രൂപയുടെ ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ്, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകും ഒരു സാഹചര്യമുണ്ട്. ഓരോ വീടുകൾക്കും 20,000 ലിറ്ററിന്റെ കുടിവെള്ളം ഉറപ്പാക്കുമെന്നുള്ള പദ്ധതി മുതൽ മെട്രോ പദ്ധതികൾ, ഒപ്പം തന്നെ തൊഴിൽ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ഒപ്പം തന്നെ ആരോഗ്യ രംഗത്തിന്റെ വികസനത്തിനായിട്ടുള്ള എയിംസ് എന്ന പദ്ധതി, കൂടാതെ മലയോര പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ജനങ്ങൾക്ക് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു മെഡിക്കൽ സർവീസ്, ഒരു മെഡിക്കൽ സേവനം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതി, 24 മണിക്കൂറും ആംബുലൻസിന്റെ സേവനം, അത് ദുർഘടം പിടിച്ച വഴികളാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഇടങ്ങളിൽ പോലും എത്തുന്ന തരത്തിലുള്ള സേവനങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയുന്നുണ്ട്. നാടിന്റെ വികസനത്തിനായിട്ടുള്ള നിരവധി പദ്ധതികൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കടമെടുപ്പിന്റെ കാര്യത്തിൽ കേരളം എപ്പോഴും നമ്പർ 1 ആണ്. 6 ലക്ഷത്തിലധികം കോടി രൂപയുടെ കടമാണ് കേരളത്തിന് നിലവിലുള്ളത്. ആ കടമെടുപ്പ് പകുതിയായി ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ടുവന്ന് കേരളത്തെ സാമ്പത്തിക ഭദ്രനിലയിലേക്ക് എത്തിക്കുമെന്നുകൂടി ഉറപ്പ് പറയുന്നുണ്ട്. ബിരുദധാരികളായ 40% പേർക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആചാര സംരക്ഷണത്തിനും ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തിനുമൊക്കെ എതിരായിട്ടുള്ള സർക്കാരിന്റെ പലതരത്തിലുള്ള പ്രവണതകൾ. ദേവസ്വം ബോർഡുകളെ കൊള്ളയടിക്കുന്ന കേന്ദ്രങ്ങളായി മാറ്റുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും. ദേവസ്വം ബോർഡുകളെ പുനഃസംഘടിപ്പിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി വിശ്വാസികളെയും ഭക്തരെയും ഒക്കെ ഒപ്പം ചേർത്തിക്കൊണ്ട് സുതാര്യവും വസ്തുനിഷ്ഠവും അത്തരത്തിലുള്ള നടപടികൾ ദേവസ്വം ബോർഡിൽ നടപ്പാക്കുമെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം വന്ന സമയത്ത് ആ അന്വേഷണത്തിന്റെ ഗതി വഴിമാറിപ്പോകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ നിന്നും ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ നിന്നുമൊക്കെ ഉയർന്ന പ്രധാനപ്പെട്ട ആ അന്വേഷണം CBIക്ക് ഏൽപ്പിക്കുക. ഈ അന്വേഷണം ശരിയായ ഗതിയിലല്ല പോകുന്നത്. പ്രതികൾ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇടതുപക്ഷത്തിന്റെ പല ആൾക്കാരും അതിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം പങ്കാളികളായിരുന്ന സാഹചര്യത്തിൽ അവർക്ക് രക്ഷപ്പെടുവാനുള്ള വഴി തുറന്നു കൊടുത്തത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ആ സാഹചര്യത്തിൽ BJP അധികാരത്തിലെത്തുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് നിഷ്പക്ഷവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണം നടത്തും. CBIക്ക് അന്വേഷണം ഏർപ്പി കുറ്റക്കാരെ കണ്ടെത്തി, കൊള്ളക്കാരെ കണ്ടെത്തി അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കും. സ്വർണം അതെവിടെയാണെന്നുള്ള ഉറവിടം കണ്ടെത്തും. ദേവന്റെ സ്വർണം കട്ടതാരാണോ അല്ലെങ്കിൽ ആ സ്വർണത്തിലേക്ക് കവർച്ചയ്ക്ക് കൂട്ടുനിന്ന ആരാണോ അവയെല്ലാം കണ്ടുപിടിക്കുമെന്നുള്ള ഉറപ്പ് കൂടി നൽകുകയാണ്. ഇത്തരത്തിൽ ഹൈന്ദവ സമൂഹത്തെയും വിശ്വാസി സമൂഹത്തെയും ഒപ്പം ചേർത്തിക്കൊണ്ടുള്ള സമസ്ത മേഖലയും കൈപിടിച്ചുയർത്തുന്ന വികസന രേഖ തന്നെയാണ്, മാർഗരേഖ തന്നെയാണ് വികസിത ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുവാനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി പ്രകടന പത്രിക കേരളത്തിന് മുന്നിലേക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഗൗതം.
ഓക്കെ വീണ, എന്തായാലും അങ്ങനെ BJPയുടെ പ്രകടന പത്രിക ഇന്നലെ ഗോപിക പുറത്തിറക്കിയിരിക്കുകയാണ്. വികസിത കേരളം എന്നത് കേവലം സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നതാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ നടപ്പാക്കും എന്നതിനെ പറ്റിയുള്ള ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു ഇന്നലത്തെ വികസന രേഖ. അതിനകത്ത് സാമൂഹികമായ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതൊന്ന് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡുകളെ പുനഃസംഘടിപ്പിക്കും. ഒപ്പം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പ്രതിമ ഉയർത്തുമെന്നതാണ്. അതായത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ ഭാഷാ പിതാവ്, മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഇവിടുത്തെ മുസ്ലിം ഭീകരവാദികൾ അനുവദിക്കുന്നില്ല. അപ്പോൾ BJPയും NDAയും അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ മലയാള ഭാഷാ പിതാവിൻ്റെ ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ സ്തൂപം ഉയരും എന്ന സുപ്രധാനമായ പ്രഖ്യാപനം കൂടി അടങ്ങുന്നതാണ് ഈ പ്രകടന പത്രിക.